ഹായ് ഹലോ കൂട്ടുകാരെ, നമ്മളെപ്പോഴും ഒരേ രീതിയിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു രസം ഉണ്ടാവില്ല. നമുക്കിന്നൊരു വ്യത്യസ്ത രീതിയിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാലോ. ഇത് വെറുതെയും കഴിക്കാം, നല്ല ക്രിസ്പി ആയിട്ട് വെറുതെ കഴിക്കാം. നമുക്കൊരു തേയില വെള്ളത്തിൻ്റെ കൂടെ കഴിക്കാം, സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ചിക്കൻ ഫ്രൈ വറുത്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ബോൺലെസ്സാണ്. ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ മാഗ്നേറ്റ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും, അതായത് സാധാരണ നമ്മൾ ചിക്കൻ എടുക്കുന്ന എല്ലാ സാധനങ്ങളും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവർ ആയാലും മതി, അതും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വച്ചിട്ട് അതെടുത്ത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എടുക്കുമ്പോൾ തന്നെ നല്ല കരികരാ സൗണ്ട് കേൾക്കും. ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ, വളരെ ടേസ്റ്റിയാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അതായത് KFC ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. അതിനായിട്ട് നമ്മൾ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വയ്ക്കുക, അതിൽ എണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് രണ്ട് സൈഡും മറിച്ചും തിരിച്ചുവിട്ട് ഫ്രൈ ചെയ്ത് വറുത്ത് കോരുക. സിമ്പിളാണ് കാര്യം, പക്ഷേ വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങളൊരു പ്രാവശ്യം ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാനിതാ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഞാൻ എടുത്തതിൽ 2 പ്രാവശ്യം ഇടാനുണ്ട്. ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞു. ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതവിടെ കിടന്ന് മൂത്തോളും, നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടത് ഒന്ന് ഫ്രൈ ആവട്ടെ. ഇതിന് മൂക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട, കാരണം ഇത് വളരെ ചെറുതായിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതാണ് നന്നായിട്ട് ക്രിസ്പി ആവുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം മൂത്ത് കഴിഞ്ഞു. നമ്മളിത് കോരി മാറ്റുവാണ്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഇടുക. കുറച്ചും കൂടിയേ ഉള്ളൂ. അതും ഇതുപോലെ മറിച്ചും തിരിച്ചുവിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. കണ്ട, കാണുമ്പോൾ തന്നെ തിന്നാൻ കൊതി തോന്നുന്നില്ലേ? സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ എണ്ണയിൽ കണ്ട ഒരു പൊടിയും കാണത്തില്ല, ക്ലീനാണ് എണ്ണ.